Dear students, ഇന്ന് നമ്മൾ കാണുന്നത് +1 ഫിസിക്സിലെ ചാപ്റ്റർ 7 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതിലെ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയ എന്ന് നോക്കാം. ഒന്നാമത്തത് ആംഗുലർ വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. രണ്ടാമതായി ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അത് കഴിഞ്ഞ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള രണ്ട് തിയറംസ് ഉണ്ട്. ഒന്ന് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്, മറ്റേത് തിയറം ഓഫ് പാരലൽ ആക്സിസ്. അപ്പൊ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കടക്കാം. എവറി മോഷൻ ക്യാൻ ബി ഐദർ ട്രാൻസ്ലേഷണൽ ഓർ റൊട്ടേഷണൽ. നമുക്ക് വസ്തുക്കൾ ചലിക്കുന്നതിനെ രണ്ട് തരത്തിലായിട്ട് കാണാം. ഒന്നെങ്കിൽ അത് ട്രാൻസ്ലേഷണൽ മോഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നത്. ഉദാഹരണത്തിന് ഒരു കാറ് സഞ്ചരിക്കുന്നത് റോഡിലൂടെ, അത് ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. റൊട്ടേഷണൽ മോഷൻ ആണെങ്കിലോ വട്ടത്തിൽ കറങ്ങുന്നത്, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഒരു റൊട്ടേഷണൽ മോഷൻ ആണ്. അതുപോലെ ഒരു ഫാൻ കറങ്ങുന്നത് റൊട്ടേഷണൽ മോഷൻ ആണ്. അപ്പൊ ഈ ട്രാൻസ്ലേഷണൽ മോഷന്റെ പ്രത്യേകത എന്താ? ഇൻ ട്രാൻസ്ലേഷണൽ മോഷൻ all parts of a body is having the same linear velocity at any instant of time. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കണ്ടോ ഒരു ബോക്സ്, അതിൽ രണ്ട് പോയിന്റ് എടുത്തു. ഇതാ ഇവിടെ P1 P2. ഇനി ഈ ബോക്സ് ഇതിലൂടെ ഈ ഇൻക്ലൈൻ പ്ലെയിനിലൂടെ ഇങ്ങനെ വീഴുകയാണെങ്കിൽ P1ഉം P2ഉം സഞ്ചരിക്കുന്നത് ഒരേ ലീനിയർ വെലോസിറ്റിയിലായിരിക്കും. അപ്പോൾ ഏതൊക്കെ പോയിന്റ് ഈ ഭാഗത്തില് ഈ ബോക്സിൽ എടുത്താലും അതിൻ്റെ എല്ലാം വെലോസിറ്റി ഒന്ന് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റിനെ പറയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. അപ്പൊ അതിന് dx/dt, എക്സ് എന്ന് പറയുന്നത് അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ v ഈസ് ഈക്വൽ ടു dx/dt. ചെറിയൊരു ഇന്റർവൽ dt-യിൽ dx ആണ് സഞ്ചരിച്ച ദൂരമെങ്കിൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. അപ്പൊ അത് എല്ലാ പാർട്ടിക്കിൾസിനും ഒന്ന് തന്നെ ആയിരിക്കും. നേരെ മറിച്ച് റൊട്ടേഷണൽ മോഷൻ ആണെങ്കിലോ all parts of the body is having the same angular velocity at any instant of time. അപ്പോ എല്ലാ ഇതാ ഇവിടെ കണ്ടോ ഒരു വലിയ കല്ല്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ Z ആക്സിസിന്റെ ചുറ്റുമാണ് കറങ്ങുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു കല്ല് about Z ആക്സിസ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ രണ്ട് പോയിന്റ് എടുത്തു, P1 P2. P1 എന്ന് പറയുന്നത് സെന്ററിൽ നിന്നും R1 ദൂരത്തിൽ, P2 എന്ന് പറയുന്നത് സെന്ററിൽ നിന്നും R2 ദൂരത്തിൽ. ഇനി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാലേ P1 എന്ന് പറയുന്നത് അടുത്തായത് കാരണം ഒരു കറക്കത്തിൽ ചെറിയ ദൂരമേ സഞ്ചരിക്കുള്ളൂ. പക്ഷേ P2 ആണെങ്കിലോ ഒരു കറക്കത്തിൽ വലിയ ദൂരം സഞ്ചരിക്കും, വലിയ സർക്കിളിലൂടെ അല്ലേ പോകുന്നത്. അപ്പൊ ഏതിനായിരിക്കും കൂടുതൽ ലീനിയർ വെലോസിറ്റി ഉണ്ടാവുക? P2-നായിരിക്കും. കാരണം അതേ സമയം തന്നെ കൂടുതൽ ദൂരം സഞ്ചരിക്കും. അപ്പൊ ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ പോയിന്റിലും വ്യത്യസ്ത ലീനിയർ വെലോസിറ്റി ആയിരിക്കും. പക്ഷെ അവയ്ക്കെല്ലാം ഒരേ ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. എന്താണ് ആംഗുലർ വെലോസിറ്റി? ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു dθ/dt. ആംഗുലർ വെലോസിറ്റിയെ കാണിക്കുന്ന ചിഹ്നമാണ് ഒമേഗ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് അഥവാ ആംഗിൾ ത്രൂ വിച്ച് ഇറ്റ് റൊട്ടേറ്റഡ്. അപ്പൊ ഒരു വസ്തു കറങ്ങുമ്പോൾ അത് അതിന്റെ ആംഗിൾ ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് dθ. അത് സംഭവിക്കുന്നത് dt എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിലാണെങ്കിൽ ആംഗുലർ വെലോസിറ്റി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ ഒമേഗ ഇസ് ഈക്വൽ ടു dθ/dt. ഈ കറങ്ങുന്ന എല്ലാ വസ്തുക്കളുടെയും ആംഗുലർ വെലോസിറ്റി ഒന്ന് തന്നെ ആയിരിക്കും. ഇവിടെ നമ്മൾ വ്യത്യസ്ത പോയിന്റ് എടുത്തു, P1 P2 P3.
അപ്പൊ P3ക്ക് വെലോസിറ്റി ഉണ്ടാവുമോ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ? ഇല്ല, അതിന്റെ പൊസിഷൻ മാറുന്നേ ഇല്ല. വെലോസിറ്റി 0 ആയിരിക്കും, ലീനിയർ വെലോസിറ്റി. പക്ഷെ ആംഗുലർ വെലോസിറ്റിയോ? അപ്പൊ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് d(θ/dt), എത്ര ആംഗിൾ അത് പോയി എന്നുള്ളതാണ് കേട്ടോ. അപ്പോ ട്രാൻസ്ലേഷൻ മോഷനിൽ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സാധനം എല്ലാ പോയിന്റുകളിലും ലീനിയർ വെലോസിറ്റി ആണ് എങ്കിൽ, റൊട്ടേഷണൽ മോഷൻ ആവുമ്പോൾ എല്ലാ പോയിന്റിലും കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് എന്താണ്? ആംഗുലർ വെലോസിറ്റി. അപ്പൊ ഇത് രണ്ടുമാണ് ലീനിയർ മോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾക്ക് ഈ ആംഗുലർ വെലോസിറ്റിയെ കുറിച്ച് കൂടുതലായി പഠിക്കാം. Angular velocity and its relation with linear velocity. Angular velocity is the rate of change of angular displacement. നമ്മൾ മുമ്പ് കണ്ടു അല്ലേ? Angular velocity omega is equal to d(θ/dt). But what is the SI unit of angular velocity? Radians per second. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് SI unit of angle is radian. അല്ലെ? അപ്പൊ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ആംഗിൾ ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് റേഡിയൻ ആയിരിക്കും. ടൈമിന്റെ പിന്നെ നിങ്ങൾക്ക് അറിയാം സെക്കൻഡ് ആണ്. അപ്പൊ റേഡിയൻസ് പെർ സെക്കൻഡ്, അതിന്റെ സിമ്പിൾ റാഡ് പെർ സെക്കൻഡ്. അതാണ് ആംഗുലർ വെലോസിറ്റിയുടെ SI യൂണിറ്റ്. ഇനി ഡയറക്ഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. അപ്പൊ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഒന്ന് റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളുടെ ഫിംഗേഴ്സ് വസ്തു ഏത് ഡയറക്ഷനിലാണോ കറങ്ങുന്നത് ആ ദിശയിൽ ചുരുട്ടി പിടിക്കുക. അപ്പൊ നിങ്ങളുടെ തമ്പ് ഏത് ഡയറക്ഷനിലാണോ ഉള്ളത് ആ ഡയറക്ഷനിലായിരിക്കും ആ വസ്തുവിന്റെ ആംഗുലർ വെലോസിറ്റി. ഉദാഹരണത്തിൽ നിങ്ങൾ ഈ ചിത്രത്തിൽ ഒന്ന് നോക്ക്. നിങ്ങളുടെ കൈ എടുക്ക്, എന്നിട്ട് ഇതാ ഈ ആദ്യത്തെ വസ്തു കറങ്ങുന്നത് ഇങ്ങനെയാ, ക്ലോക്ക് വൈസ്, ക്ലോക്കിന്റെ സൂചി പോകുന്ന പോലെ അല്ലെ? ക്ലോക്ക് വൈസ് കറങ്ങുന്നു. ഇനി നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കി നിങ്ങളുടെ ഫിംഗേഴ്സ് ഒന്ന് ഇങ്ങനെ ചുരുട്ടി നോക്കൂ. നിങ്ങളുടെ തമ്പ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? സ്ക്രീനിന്റെ ഉള്ളിലേക്കല്ലേ? അപ്പോ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഉള്ളിലേക്കാണ്. അപ്പൊ ആ ഉള്ളിലേക്കുള്ളത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഫിംഗർ നിങ്ങൾ ഈ കറങ്ങുന്ന ദിശയിൽ ചുരുട്ടി പിടിച്ചാൽ വിരലുകൾ റൈറ്റ് ഹാൻഡിന്റെ എടുക്കണം, ലെഫ്റ്റ് ഹാൻഡിന്റെ എടുത്താൽ തെറ്റിപ്പോകും. ഇനി അടുത്ത ഫിഗർ നോക്ക്. എന്നിട്ട് നിങ്ങളുടെ കൈ ഒന്ന് അതുപോലെ കറക്കി നോക്കൂ. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ് ഇത് കറങ്ങുന്നത് അല്ലെ? അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ നിങ്ങളുടെ ഫിംഗേഴ്സ് എങ്ങനെ കറക്കണം? ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്കിന്റെ സൂചി പോകുന്നതിന്റെ എതിർ ദിശയിൽ. അപ്പൊ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് തമ്പ് ഏത് ദിശയിലാണുള്ളത്? സ്ക്രീനിൽ നിന്ന് പുറത്തേക്കാണ് അല്ലെ? അപ്പോ അങ്ങനെയാണ് ഒരു കറങ്ങുന്ന വസ്തുവിന്റെ ആംഗുലർ വെലോസിറ്റി ഏത് ദിശയിലാണെന്ന് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്ക്, ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സെന്റർ സി, ഈ പി എന്ന വസ്തുവാണ് കറങ്ങുന്നത് കേട്ടോ. ഒരു സമയത്ത് അതിന്റെ പോയിന്റ് പി ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് ഇസ് ആർ. ഇനി ഇത് റേഡിയസ് ആണ്, ഇതാണ് ഒമേഗയാണ് ആംഗുലർ വെലോസിറ്റി. കണ്ടോ, ഒമേഗ എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയും ഈ കറങ്ങുമ്പോൾ നിങ്ങളുടെ ഫിംഗർ മുന്നോട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. അപ്പൊ തമ്പ് റൈറ്റ് ഹാൻഡിന്റെ എങ്ങോട്ടാ? പൊങ്ങി മുകളിലേക്കാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ആംഗുലർ വെലോസിറ്റി മുകളിലേക്കാണ്. ഇത് ഈ Z ആക്സിസിന്റെ അബൌട്ട് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തമ്പ് മുകളിലേക്കാണ്, ആംഗുലർ വെലോസിറ്റി മുകളിലേക്കാണ്. എങ്കിൽ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധമുണ്ട്. ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ലീനിയർ വെലോസിറ്റി അഥവാ V എപ്പോഴും അതിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ലീനിയർ വെലോസിറ്റി V is equal to ഒമേഗ ക്രോസ് R. ഇവിടെ R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, X ദിശയിൽ എന്ന് പറയാം. ഇനി വെലോസിറ്റി എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് അല്ലെ? -y ദിശയിൽ എന്ന് വേണേ പറയാം. ഒമേഗയോ മുകളിലേക്കാണ്, Z ഡയറക്ഷനിൽ എന്ന് പറയാം.
അപ്പോ V is equal to omega cross R. ഈ പറഞ്ഞ ചിത്രത്തിൽ ഇത് മൂന്നും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പോ ഈ ക്രോസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി ഒരു വെക്ടർ ആണ്. ആർ എന്ന് പറയുന്ന റേഡിയസ് പുറത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന മറ്റൊരു വെക്ടർ ആണ്. ലീനിയർ വെലോസിറ്റിയും വെക്ടർ ആണ് അല്ലെ. അപ്പൊ ഇത് ഒമേഗയുടെയും ആറിന്റെയും വെക്ടർ പ്രൊഡക്റ്റ് ആണ്, അഥവാ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഒമേഗ ക്രോസ് ആർ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ സൈൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ആർ. ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ആർ എത്രയാ? 90 ഡിഗ്രി. എന്താണ് സൈൻ 90? 1. അപ്പൊ V is equal to ഒമേഗ ഇൻറ്റു ആർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ആംഗുലർ വെലോസിറ്റിയെ കുറിച്ച് മനസ്സിലായില്ലേ? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് മനസ്സിലായില്ലേ? അതിന്റെ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? അത് കൂടാതെ ഈ ഇക്വേഷൻ പ്രത്യേകം പഠിച്ചു വെക്കുക. V is equal to ഒമേഗ ക്രോസ് ആർ. V എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി V അഥവാ വെറും വെലോസിറ്റി. ഇനി നമ്മള് ആംഗുലർ ആക്സിലറേഷൻ എന്നാൽ എന്ത് എന്ന് പഠിക്കാം. അപ്പൊ ആക്സിലറേഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പൊ ആംഗുലർ ആക്സിലറേഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ ആക്സിലറേഷനെ കാണിക്കുന്നത് ആൽഫ എന്ന് പറയുന്ന സിമ്പിളിലൂടെയാണ്. ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഇസ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. നമുക്കറിയാം ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി അല്ലെ. അപ്പോൾ ആംഗുലർ കൗണ്ടർ പാർട്ട് നോക്കുമ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ഈ ചിത്രത്തിൽ നോക്കുക, റൊട്ടേഷൻ സ്പീഡിങ് അപ്പ്. ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറങ്ങുന്നതിന്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയുടെ അതേ ദിശയിലായിരിക്കും. കണ്ടോ, റൊട്ടേഷൻ സ്പീഡിങ് അപ്പ്. അപ്പോൾ ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സിലറേഷനും ഒരേ ദിശയിലാണ്. നേരെ മറിച്ച് റൊട്ടേഷൻ സ്ലോയിങ് ഡൗൺ, അതിന്റെ സ്പീഡ് കുറഞ്ഞു വരികയാണ്. അപ്പൊ റിട്ടാർഡേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇതിനു മുമ്പ് ആക്സിലറേഷൻ പഠിച്ചപ്പോ. അപ്പൊ സ്ലോയിങ് ഡൗൺ ആവുമ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയുടെ വിപരീത ദിശയിലാണ്. ആംഗുലർ ആക്സിലറേഷൻ ഇസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ആംഗുലർ വെലോസിറ്റി. അപ്പോ എന്താണ് ആംഗുലർ ആക്സിലറേഷൻ എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് അഥവാ ടോർക്ക് എന്താണെന്ന് പഠിക്കാം. ഫോഴ്സ് എന്താണെന്ന് നമ്മളെല്ലാം പഠിച്ചതാണ് അല്ലെ. ഇനി ഫോഴ്സിന് പകരമായി റൊട്ടേഷനിൽ എന്താണുള്ളത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ട്രാൻസ്ലേഷൻ അഥവാ സാധാരണ മോഷൻ കോസ് ചെയ്യുന്നത് എന്താണ്? എന്ത് കാരണമാണ് ഒരു വസ്തു നീങ്ങുന്നത്? നമ്മൾ അതിന്റെ മുകളിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ ഫോഴ്സ് കോസസ് ട്രാൻസ്ലേഷണൽ മോഷൻ. നൗ വാട്ട് കോസസ് റൊട്ടേഷണൽ മോഷൻ? അതാണ് ടോർക്ക്. ടോർക്ക് കോസസ് റൊട്ടേഷണൽ മോഷൻ. അപ്പോ സാധാരണ ട്രാൻസ്ലേഷണൽ മോഷന് ഫോഴ്സിന് പകരമായി നിൽക്കുന്നതാണ് റൊട്ടേഷൻ മോഷനിലെ ടോർക്ക്. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇസ് ദ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓർ ടോർക്ക്. ടോർക്ക് ഇസ് ഗിവൺ ബൈ ടോ. ഇതെന്താണ്? ഇതൊരു ഗ്രീക്ക് സിമ്പിൾ ആണ്. ഇത് ടി അല്ല. ടീന്റെ മുകളിലത്തെ വരയിലും ഒരു വളവുണ്ട്, താഴേക്ക് വരയ്ക്കുന്ന വരയിലും ഒരു വളവുണ്ട്. കണ്ടോ, ഇതിനെ ടൗ, TAU, ടൗ എന്നാണ് വായിക്കുക. ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ ഈ സിമ്പിൾസ് ഒക്കെ, ഗ്രീക്ക് സിമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെയുള്ള ഒരു ഗ്രീക്ക് സിമ്പിൾ ആണ് ടൗ. ഇനി ടൗ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ആർ എന്താണെന്ന് അറിയില്ലേ? സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ റേഡിയസ് ആണ് ആർ. ക്രോസ് എഫ്. എഫ് എന്താണ്? ഫോഴ്സ് ആണ്. റേഡിയസ് ഒരു വെക്ടർ ആണ്, അതുപോലെ തന്നെ ഫോഴ്സും ഒരു വെക്ടർ ആണ്. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. അത് ഈ റേഡിയസ് വെക്ടറിന്റെയും ഫോഴ്സിന്റെയും
ക്രോസ് പ്രൊഡക്റ്റ് ആണ്. R cross F is equal to torque. The moment of force or torque is a vector quantity. The magnitude of torque is R cross F എന്ന് പറഞ്ഞാൽ എന്താ? RF sin theta, where theta is the angle between R and F. The moment of force have dimensions same as those of work or energy. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവിടെ കണ്ടോ, ഡയമെൻഷൻ നോക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്താ? വർക്ക്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? mL(T⁻²) ഇൻറ്റു ഡിസ്റ്റൻസും കൂടി ആവുമ്പോൾ ഒരു എല്ലും കൂടി കൂടും. അപ്പോൾ mL²T⁻². അത് തന്നെയല്ലേ വർക്കിന്റെയും ഡയമെൻഷൻ? അത് തന്നെയാണ് എനർജിയുടെയും ഡയമെൻഷൻ. അപ്പൊ വർക്ക്, എനർജി, ടോർക്ക്, ഇതിന് മൂന്നിനും ഒരേ ഡയമെൻഷൻ ആണ് mL²T⁻². മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇസ് എ വെക്ടർ. ടോർക്ക് വെക്ടർ ആണെന്ന് പറഞ്ഞു. വൈൽ വർക്ക് ഇസ് എ സ്കെയിലർ. എന്നിട്ട് കൂടി അവയ്ക്ക് രണ്ടിനും ഒരേ ഡയമെൻഷൻ ആണ്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഫോഴ്സ്? ന്യൂട്ടൺ മീറ്റർ. ഇവിടെ എഫ് ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പിന്നെ ഡിസ്റ്റൻസിന്റെ നിങ്ങൾക്കറിയാം മീറ്റർ ആണ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ ആണ് SI യൂണിറ്റ് ഓഫ് ടോർക്ക്. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് മൊമെന്റം ഓർ ആംഗുലർ മൊമെന്റം എന്താണെന്ന് നോക്കാം. മൊമെന്റം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? എന്താണ് മൊമെന്റം? മൊമെന്റം P is equal to mv, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞു അല്ലെ? ഇനി മൊമെന്റത്തിന് പകരമായി റൊട്ടേഷണൽ മോഷനിലുള്ള ക്വാണ്ടിറ്റിക്ക് എന്താ പറയാ? ആംഗുലാർ മൊമെന്റം. നമ്മള് വെലോസിറ്റിക്ക് പകരമായി റൊട്ടേഷനിൽ എന്താ ഉള്ളത്? ആംഗുലർ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റിന് പകരമായി റൊട്ടേഷനിൽ എന്താ ഉള്ളത്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ ഫോഴ്സിന് പകരമായി റൊട്ടേഷനിൽ എന്താ ഉള്ളത്? ടോർക്ക്. ഇനി മൊമെന്റത്തിന് പകരമായിട്ടുള്ള വസ്തുവിനെ നമ്മൾ പറയുന്നത് ആംഗുലർ മൊമെന്റം അഥവാ മൊമെന്റ് ഓഫ് മൊമെന്റം എന്നാണ് പറയാം. ആംഗുലർ മൊമെന്റം is the rotational analog of linear momentum. Angular momentum is given by L is equal to R cross P. P ആണ് ലീനിയർ മൊമെന്റം അഥവാ വെറും മൊമെന്റം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടോ ഇസ് ഈക്വൽ ടു R cross F. അതുപോലുള്ള റിലേഷൻ അല്ലേ? അപ്പൊ പഠിക്കാൻ എളുപ്പമാണ്. ഇനി L എന്ന് പറയുന്ന ആംഗുലർ മൊമെന്റവും ഒരു വെക്ടർ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ? അപ്പൊ സൈൻ തീറ്റ ചേർത്താൽ മതി. L is equal to RP sin theta. ഇനി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ ആംഗുലർ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ? അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, അതൊരു മീറ്റർ വരും. അപ്പൊ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പ്ലസ് പെർ സെക്കൻഡ് ആയിരിക്കും ആംഗുലർ മൊമെന്റത്തിന്റെ യൂണിറ്റ്. ഇനി ആംഗുലർ മൊമെന്റത്തിന്റെ ദിശ എങ്ങനെയായിരിക്കും? അതും R ക്രോസ് P. P എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങോട്ടാണ് അല്ലെ? അതായത് വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലാണ് P ഉള്ളത്. അപ്പൊ L is equal to R cross P എന്ന് പറഞ്ഞാല് റേഡിയസിനും വെലോസിറ്റിക്കും ലംബമായി, അതായത് ആംഗുലർ വെലോസിറ്റിയുടെ അതേ ദിശയിലായിരിക്കും ആംഗുലർ മൊമെന്റം ഉണ്ടാവുക, രണ്ടും മുകളിലേക്ക്. L is equal to R cross P. ഈ സ്മോൾ ലെറ്റർ L എന്ന് പറയുന്നതും ക്യാപിറ്റൽ ലെറ്റർ L എന്ന് പറയുന്നതിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെറിയ പാർട്ടിക്കിൾ P ആണ് ഇങ്ങനെ സർക്കിളിൽ റൗണ്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇതൊരു ഡിസ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഓരോ പാർട്ടിക്കിളിന്റെയും മൊമെന്റം പറയുകയാണെങ്കിൽ, ആംഗുലർ മൊമെന്റം പറയുകയാണെങ്കിൽ സ്മോൾ L ഉപയോഗിക്കും. ടോട്ടൽ ആംഗുലർ മൊമെന്റം പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ L ഉപയോഗിക്കും. അങ്ങനെയുള്ളൂ. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ L സ്മോൾ L ഉപയോഗിച്ചത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം എന്താണെന്ന് നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ ഒരു റിലേഷൻ പഠിച്ചു അല്ലെ? എന്തിന്റെ ആയിരുന്നു? ലീനിയർ വെലോസിറ്റിയുടെയും ആംഗുലർ വെലോസിറ്റിയുടെയും. അതെന്താന്ന് ഓർമ്മയില്ലേ? V is equal to ഒമേഗ ക്രോസ് R. ഇനി ഇതെന്താണെന്ന് നോക്കാം. നമുക്കറിയാം ആംഗുലർ മൊമെന്റം ഇപ്പൊ നമ്മൾ പഠിച്ചേ ഉള്ളൂ. L is equal to R cross P. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. dl by dt. d by dt of R cross P.
രണ്ട് സൈഡിലും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി നമുക്കറിയാം ഒരു ക്രോസ് പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിലെ ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യണം. അതായത് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് ഫ്രീ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി. ആദ്യം പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെ ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇത് രണ്ട് ടേംസിനെയും തമ്മിൽ ആഡ് ചെയ്യണം. ഇനി d by dt of r cross p is equal to എന്താ dp by dt? Rate of change of momentum. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓർമ്മയില്ലേ? എന്താ ന്യൂട്ടൺ സെക്കൻഡ് ലോ? ഫോഴ്സ് is equal to or force is proportional to rate of change of momentum. അതായത് dp by dt is equal to f. നമ്മൾ SI യൂണിറ്റ് ആണ് ഇരിക്കുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി 1 ആണ്. അപ്പൊ നമുക്ക് ഈ dp by dt യെ f ഫോഴ്സ് എന്ന് എഴുതാം. ഇനി പി എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം. പി ഇസ് ഈക്വൽ ടു എം വി അല്ലെ? അങ്ങനെ എം വി എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കുക, എം എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, പുറത്തേക്ക് പോകും. പിന്നെ വരുന്നത് എന്തായിരിക്കും? വി ക്രോസ് വി. എന്താ വി ക്രോസ് വി? 0. അതെന്താ കാരണം? വിയും വിയും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0. ഒരേ ഡയറക്ഷനിലല്ലേ? വി വി രണ്ടും ഒന്ന് തന്നെ. അപ്പൊ അതിന്റെ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. എന്താണ് സൈൻ 0? 0. അതുകൊണ്ട് ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് 0 ആണ് ഉത്തരം കിട്ടുക. അപ്പൊ വി ക്രോസ് വി 0 ആയതുകൊണ്ട് ഈ ടേം ഇല്ലാതാവും. അത് 0 ആയി പോവും. അപ്പൊ നമുക്ക് കിട്ടി ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ഇസ് ഈക്വൽ ടു എൽ ക്രോസ് എഫ്. ഇനി ആർ ക്രോസ് പി എന്താ? ഇപ്പൊ പഠിച്ചില്ലേ? ആംഗുലർ മൊമെന്റം. എൽ ഡി എൽ ബൈ ഡി ടി. ഇനി ആർ ക്രോസ് എഫ് എന്തായിരുന്നു? നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പഠിച്ചു. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ആണല്ലേ? അപ്പൊ ആർ ക്രോസ് എഫിന് ടോർക്ക് എന്നും പഠിച്ചു കൊടുത്തു. അപ്പോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക്. ഇപ്പോൾ കിട്ടിയില്ലേ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം is equal to torque. കണ്ടോ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് പോലെ തന്നെ ഉണ്ട് അല്ലെ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ പറയുന്നേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഫോഴ്സ്. ഇവിടെ പറയുന്നതോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഇസ് ടോർക്ക്. കണ്ടോ? റൊട്ടേഷന്റെ മൊമെന്റത്തിന്റെ റൊട്ടേഷണൽ കൗണ്ടർ പാർട്ടാണ് ആംഗുലർ മൊമെന്റം. അതുപോലെ തന്നെ ഫോഴ്സിന്റെ റൊട്ടേഷണൽ കൗണ്ടർ പാർട്ടാണ് ടോർക്ക്. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമ്മളൊരു റൊട്ടേഷൻ കേസിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഇസ് ഈക്വൽ ടു ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. ഇനി നമുക്ക് ടോർക്കും ആംഗുലർ മൊമെന്റവും ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അത് തന്നെയാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റവും. ഇവിടെയും നമുക്ക് ട്രാൻസ്ലേഷൻ മോഷൻ ആയിട്ട് ഒരു കമ്പാരിസൺ നല്ലതാണ്. ഇനി ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. എന്താണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്? നമ്മള് ഒരു സിംഗിൾ ബോഡി ഒരു ഒബ്ജക്റ്റിനെ എടുക്കുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ സൈസ് ഉണ്ട് അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാർ എന്നെടുത്താല് കാറിനൊരു സൈസ് ഉണ്ട്. അതില് കുറേ പാർട്സ് ഒന്നിച്ചു കൂടിയിട്ടാണ് ഒരു കാർ ആവുന്നത്. അപ്പൊ ഈ ഓരോ പാർട്ടും ഓരോ പാർട്ടിക്കിളായി കണക്കാക്കിയെന്ന് വിചാരിച്ചോ. അപ്പൊ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒന്നിച്ചു കൂടി ഒരു കാർ ആയിരിക്കുന്നതിന് നമ്മൾക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയാം. ഇത് കാറിന്റെ മാത്രം കേസ് അല്ല. എന്തെടുക്കുകയാണെങ്കിലും, നമ്മളൊരു ബോൾ എടുക്കുകയാണെങ്കിലും കുറേ വസ്തുക്കൾ ഒന്നിച്ചു കൂടിയിട്ടാണ് ഒരു ബോൾ ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ അതില് ഒരു n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ പാർട്ടിക്കിളിന്റെയും കേസ് എടുത്താൽ ടോട്ടൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് കണക്കാക്കാം. ഫോർ എ സിസ്റ്റം ഓഫ് n particles, the total angular momentum is capital L is equal to L1 plus L2 plus etc. up to Ln. ഉദാഹരണത്തിന് ഒരു ബോളോ എന്തെങ്കിലും ഒരു റിജിഡ് വസ്തു എടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഓരോ
കഷ്ണവും ഓരോ പാർട്ടിക്കിൾ ആണെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പൊ ഓരോ പാർട്ടിക്കിളിന്റെയും ആംഗുലർ മൊമെന്റം എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ ആംഗുലർ മൊമെന്റം കിട്ടുന്നത്. L is equal to L1 plus L2 plus etc. up to Ln. ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. ക്യാപിറ്റൽ L is equal to summation. ഈ സിഗ്മ, ക്യാപിറ്റൽ ലെറ്റർ സിഗ്മയാണിത്. ഇതും ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. നിങ്ങൾ ഓൾറെഡി സിഗ്മ, സ്മോൾ ലെറ്റർ സിഗ്മ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇത് ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ, ഗ്രീക്ക് ലെറ്ററിൽ. അപ്പൊ ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ, ആഡ് ചെയ്യണം എന്നാണ് അർത്ഥം. I equal to 1 to n Ri cross Pi. Ri Pi എന്ന് പറഞ്ഞാൽ എന്താണ്? R cross P is L അല്ലെ? അപ്പൊ ഇവിടെ ഐക്ക് ആദ്യം 1 എന്ന് വാല്യൂ കൊടുക്കണം. അപ്പൊ R1 ക്രോസ് P1 L1 എന്ന് കിട്ടി. പ്ലസ് സമ്മേഷൻ പ്ലസ്, പിന്നെ ഐക്ക് 2 എന്ന് വാല്യൂ കൊടുക്കണം. അപ്പൊ R2 ക്ലോസ് P2 L2 പ്ലസ്, അതിനാണ് ഈ സമ്മേഷൻ. അപ്പൊ അതെല്ലാം കൂടി കൂട്ടി 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 അവസാനം R equal to 1 to n എന്ന് കൊടുക്കണം. അപ്പൊ Rn ക്രോസ് Pn, അതായത് Ln. അപ്പൊ ഇതിനെ തന്നെ ഈ മുകളിൽ പറഞ്ഞ അതേ സംഭവമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Thus, dl by dt is equal to external torque. അതായത് ഇതാണ് for a system of particles torque. നമ്മൾ ഇപ്പൊ പഠിച്ചു rate of change of angular momentum is torque. അപ്പൊ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒരു വലിയ വസ്തുവിനെ കണക്കാക്കുകയാണെങ്കിൽ the rate of change of its total angular momentum is equal to the external torque. പുറത്ത് നിന്ന് അതിന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ഒരു ടോർക്ക്, അതാണ് എക്സ്റ്റേണൽ ടോർക്ക്. അപ്പൊ ഇതാണ് for a system of particles the relation between torque and angular momentum. dl by dt is equal to tau external. ഇനി if the external torque acting on a system is 0, പുറമേ നിന്ന് അതിന് ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ, അതായത് അതിന്റെ മുകളിൽ ലംബമായി ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അത് dl by dt എന്താവും? 0 ആവും. അതായത് rate of change of angular momentum is 0, which means the angular momentum is not changing. അതായത് L is equal to a constant. Thus, if the total external torque on a system is 0, the angular momentum is conserved. L is a constant if T external is equal to 0. പുറമേ നിന്ന് ടോർക്ക് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ആ വസ്തുവിന്റെ ആ ടോട്ടൽ ആംഗുലർ മൊമെന്റം സ്ഥിരമായി തന്നെ നിൽക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് കേട്ടപ്പോ വേറെന്തോ ഓർമ്മയില്ലേ? നമ്മള് കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിച്ചില്ലേ? അതെന്തായിരുന്നു? ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0, ദ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. കണ്ടോ? അതിന്റെ തന്നെ റൊട്ടേഷണൽ കൗണ്ടർ പാർട്ടാണ്. ഫോഴ്സിന് പകരം ടോർക്ക് എന്ന് പറയാ, മൊമെന്റത്തിന് പകരം ആംഗുലർ മൊമെന്റം എന്ന് പറയാ. സംഭവം ഒന്ന് തന്നെ. ഇഫ് ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഇസ് 0, ദ ആംഗുലർ മൊമെന്റം ഇസ് കൺസേർവ്ഡ്. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്വം അല്ലെ? ഒരു വസ്തുവിന് അതുള്ള സ്ഥിതിയിൽ അത് അല്ലെങ്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള അതിൻ്റെ ഒരു ടെൻഡൻസിക്കാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവും അതിൻ്റെ സ്റ്റേറ്റിൽ തന്നെ തുടരാൻ ഉള്ള അതിൻ്റെ ടെൻഡൻസിയാണ് ഇനേർഷ്യ. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് എ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഓഫ് എ ബോഡി. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? എം അല്ലെ? അപ്പോ മാസിന് പകരമായി റൊട്ടേഷനിലുള്ള വസ്തുവാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതിന്റെ ഇക്വേഷൻ എന്താണ്? I is equal to summation over I equal to 1 to n mi ri square. M എന്ന് പറയുന്നത് മാസ് ആണ്. R എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിന്റെ നടുവിൽ അത് ഏത് ആക്സിസിൽ നിന്നാണോ കറങ്ങുന്നത് അവിടെ നിന്നും ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് R. അപ്പോൾ R എന്ന് പറയുന്നത് ഒരു റേഡിയസ് എന്ന് പറയാം, ഒരു റേഡിയസ് വെക്ടർ ആണ് Ri. ഇനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വലിയൊരു വസ്തുവാണെങ്കിൽ അതിനെ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാലോ. അപ്പൊ ഓരോ പോയിന്റേയും mr² എടുക്കുക, എന്നിട്ട് കൂട്ടുക.
അടുത്ത പോയിന്റ് P2 m1 r2 സ്ക്വയർ കൂട്ടുക. അങ്ങനെ 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 എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്നതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുക. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n mi ri സ്ക്വയർ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിന്റെ ജഡത്വം എന്ന് പറഞ്ഞാൽ അതിനെ അനങ്ങാതിരിക്കാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ സ്പീഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ അതിന് കറങ്ങാതിരിക്കാനുള്ള ടെൻഡൻസിയാണ്. ഒരു വസ്തു എത്രയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുന്നോ അത്രയും അധികം അതിനെ കറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കറങ്ങാതിരിക്കാനുള്ള ഒരു ടെൻഡൻസിക്കാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. നമുക്കറിയാം മാസ് കൂടുതലുള്ള ഒരു വസ്തുവിനെ നീക്കാൻ, ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, കൂടുതൽ ഫോഴ്സ് കൊടുക്കണം അല്ലെ. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയ ഒരു വസ്തുവിനെ റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ടോർക്ക് കൊടുക്കേണ്ടി വരും. Now, moment of inertia is independent of the magnitude of angular velocity. അത് omega depend ചെയ്യുന്നില്ല. It is regarded as measure of rotational inertia of a body. അതായത് റൊട്ടേറ്റ് ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസിയെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇറ്റ്സ് യൂണിറ്റ് ഇസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. എങ്ങനെ കിട്ടി? കിലോഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ SI യൂണിറ്റ് ആണ്. ആ റേഡിയസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ റേഡിയസ് സ്ക്വയർ, റേഡിയസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. അത് ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പൊ മീറ്റർ സ്ക്വയർ. അതിങ്ങനെയാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് യൂണിറ്റ് കിട്ടിയത്. ഇനി ഒന്ന് പറയാൻ പറ്റുമോ ഇതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ml സ്ക്വയർ. ടി ഉണ്ടാവോ? ഇല്ല. അപ്പൊ മാസും ഡിസ്റ്റൻസ് സ്ക്വയറും ആണുള്ളത്. അപ്പൊ ml സ്ക്വയർ ആയിരിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഡയമെൻഷൻ. ഇനി നമുക്ക് ഈ ലീനിയർ മൊമെന്റവും ആംഗുലർ മൊമെന്റവും ഒന്നിങ്ങനെ ബന്ധിപ്പിച്ച് നോക്കാം. അപ്പൊ നമുക്ക് ലീനിയർ മൊമെന്റത്തിന് വേറൊരു ഇക്വേഷൻ കൂടി കിട്ടും. ആംഗുലർ മൊമെന്റവും ലീനിയർ മൊമെന്റും തമ്മിലുള്ള ബന്ധം എന്താന്ന് കിട്ടാം. അതിന് നമ്മൾക്ക് ആദ്യം നമുക്കറിയാം ലീനിയർ മൊമെന്റം എന്താണ്? P അല്ലെ. P ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞു. ഇനി ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷണൽ കൗണ്ടർ പാർട്ട് എന്താണ്? ആംഗുലർ മൊമെന്റം. അപ്പൊ അതേപോലെ നമുക്ക് ഇക്വേഷൻ L ഇസ് ഈക്വൽ ടു മാസിന്റെ കൗണ്ടർ പാർട്ട് എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ I. വെലോസിറ്റിയുടെ കൗണ്ടർ പാർട്ട് എന്താ? ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഉണ്ടോ? പുതിയൊരു ഇക്വേഷൻ ആയില്ലേ? ആംഗുലർ മൊമെന്റം L ഇസ് ഈക്വൽ ടു I ഒമേഗ. ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് കേട്ടോ. L ഇസ് ഈക്വൽ ടു I ഇൻറ്റു ഒമേഗ. L എന്ന് പറയുന്നത് എന്തായിരുന്നു? ആംഗുലർ മൊമെന്റം. IO മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഒമേഗ ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ മൊമെന്റവും തമ്മിലൊരു ബന്ധം നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് എല്ലാം പരിചയമായിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും F ഇസ് ഈക്വൽ ടു MA. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷനിലെ ഒരു ഇക്വേഷൻ പറയാൻ പറ്റുമോ? എഫിന്റെ റൊട്ടേഷണൽ അനലോഗ് എന്താ? ടോർക്ക് അല്ലെ. മാസിന്റെയോ? I മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആക്സിലറേഷന്റെയോ? ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. അപ്പൊ F ഇസ് ഈക്വൽ ടു MA എന്ന് എഴുതുന്നതിന് പകരം ടോ ഇസ് ഈക്വൽ ടു I ആൽഫ എന്ന് എഴുതാം. അതേപോലെ എല്ലാ ഇക്വേഷൻസ് ഓഫ് മോഷനും എല്ലാം നിങ്ങൾ ട്രാൻസ്ലേഷനിൽ ഇതുവരെ പഠിച്ച മിക്ക ഇക്വേഷൻസിനെയും നമുക്ക് റൊട്ടേഷണൽ കൗണ്ടർ പാർട്ട് ആയിട്ട് എഴുതാം. ആ റൊട്ടേഷണൽ കൗണ്ടർ പാർട്ട് അതിന് കൊടുത്താൽ മാസും വെലോസിറ്റിയും മൊമെന്റവും ഫോഴ്സും ഒക്കെ വരുന്ന പല ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചതല്ലേ? ആക്സലറേഷനും ഒക്കെ വരുന്ന ടൈം മാത്രം മാറാതിരിക്കും. ബാക്കിയുള്ളതിനൊക്കെ ഉള്ള റൊട്ടേഷണൽ കൗണ്ടർ പാർട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു. അപ്പൊ ആ എഴുതിയ ഇക്വേഷൻസ് എല്ലാം നമുക്ക് റൊട്ടേഷൻസിലും എഴുതാം. അങ്ങനെയൊന്ന് കുറച്ച് ഇക്വേഷൻസ് എഴുതി നോക്കൂ. ഇനി ഇവിടെ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ സർക്കസോ അല്ലെങ്കിൽ ഐസ് സ്കേറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതില് ആൾക്കാരിങ്ങനെ കറങ്ങുകയോ ഒക്കെ ചെയ്യൂ അല്ലെ. ഈ കൈ രണ്ടും നിവർത്തി വെച്ച് ഇങ്ങനെ മെല്ലെ കറങ്ങിപ്പോയിട്ട് പെട്ടെന്ന് കൈ രണ്ടും കൂട്ടി വെക്കുമ്പോൾ വളരെ സ്പീഡിൽ കറങ്ങുന്നതായി കാണും. അതെന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ദേ കൈ രണ്ടും ഇങ്ങനെ നീട്ടി വെച്ചപ്പോ R എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. റേഡിയസ്
ഐ എന്ന് പറഞ്ഞാൽ എന്താ? എം ആർ സ്ക്വയർ എന്ന് പഠിച്ചു. അപ്പൊ ആർ എന്ന് പറയുന്നത് വലുതാണ്. അപ്പൊ ഐ വലുതായിരിക്കും ഈ ഒരു വ്യക്തിയുടെ. ഇങ്ങനെ കറങ്ങുമ്പോൾ ഐ വലുതാവുമ്പോൾ ഒമേഗ ചെറുതാവണം. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ എന്നാണ് അല്ലെ. അപ്പൊ എൽ കോൺസ്റ്റന്റ് ആയിരിക്കുക, പുറത്തുനിന്ന് ഒന്നും അതിനെ കറക്കുന്നില്ല. ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക്. എങ്കിൽ ആംഗുലർ മൊമെന്റം എൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇങ്ങനെ കറങ്ങുമ്പോൾ ഐ ലാർജ്. അപ്പൊ ഒമേഗ മസ്റ്റ് ബി സ്മോൾ. ഇനി കൈ അങ്ങോട്ട് ചുരുട്ടി വെച്ചു കഴിഞ്ഞാൽ ഐ എന്താവും? സ്മോൾ ആവും. ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. ആറ് ചെറുതാവുമ്പോൾ ഐയും ചെറുതാവൂല്ലേ. അപ്പൊ ഐ സ്മോൾ ആവും. അപ്പോൾ ഒമേഗ ആംഗുലർ വെലോസിറ്റി കൂടും. ആംഗുലർ വെലോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്പീഡിൽ കറങ്ങും. അപ്പൊ ഈ ഒരു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ ഐഡിയയിലാണ് ഇത് പോകുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച രണ്ട് ഇക്വേഷൻ, ഒന്ന് എന്താണ്? when external torque is 0, dl by dt is 0. അതായത് L is a constant. L is equal to I omega. I എന്ന് പറയുന്നത് ലാർജ് ആവുമ്പോൾ ഒമേഗ സ്മോൾ ആയിരിക്കും. I എന്ന് പറയുന്നത് സ്മോൾ ആവുമ്പോൾ ഒമേഗ ലാർജ് ആയിരിക്കും. ഇനി നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൊട്ടേഷണൽ അനലോഗ് വെച്ച് പെട്ടെന്ന് തന്നെ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് പരിചയമായിരിക്കും കൈനറ്റിക് എനർജി. ലീനിയർ അല്ലെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷന്റെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ. ഹാഫ് തന്നെ ആയിട്ടിരിക്കും. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. മാസിന്റെ റൊട്ടേഷണൽ കൗണ്ടർ പാർട്ട് എന്താണ്? റൊട്ടേഷണൽ ഇനേർഷ്യ അഥവാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ. എമ്മിന് പകരം ഐ എഴുതുക. വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി ആണ് അല്ലെ. അതിന്റെ റൊട്ടേഷണൽ കൗണ്ടർ പാർട്ട് എന്താണ്? ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് എഴുതുക. അപ്പൊ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി കിട്ടി, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനി നമ്മൾക്ക് വേറൊരു രീതിയിലും ഇതേ ഇക്വേഷൻ കിട്ടാം. എങ്ങനെയാ? കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഹാഫ് എം വി സ്ക്വയർ ആണെന്ന് അറിയാം. പിന്നെ വെലോസിറ്റി നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധമല്ലേ. അപ്പൊ വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ, അല്ലെങ്കിൽ വിയും ഒമേഗയും ആറും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ ആർ ഇൻറ്റു ഒമേഗ. അപ്പൊ വിക്ക് പകരം ആർ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി സ്ക്വയർ ആണ്, അപ്പൊ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. അപ്പോ നമുക്ക് എന്ത് കിട്ടി? എം ആർ ഐ സ്ക്വയർ സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n MIRI സ്ക്വയർ എന്താണ്? ഇതെന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ അല്ലേ. അപ്പൊ ഇതിന് പകരം ഐ എന്ന് എഴുതി ഇൻറ്റു ഒമേഗ സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനി ഡിറൈവ് ദ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം ട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് ഒരു ഇക്വേഷനോ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഓർമ്മ വരണം. റൊട്ടേറ്റിംഗ് ബോഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഈ ഒരു ഐഡിയ വെച്ച് ഓർത്തൽ എടുത്താൽ മതി. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണെന്ന്. ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ. റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുണ്ടു പോവുക അല്ലെ. ഒരു ചക്രം, ഒരു വണ്ടിയുടെ ചക്രം ഉരുണ്ടാ പോകുന്നത്. അപ്പൊ അതിന് ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നില്ലേ? ഉണ്ട്. ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. റൊട്ടേഷൻ സംഭവിക്കുന്നില്ലേ? ഉണ്ട്. അതിന്റെ ടയർ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ട്രാൻസ്ലേഷൻ കൊണ്ടുള്ളത് പ്ലസ് റൊട്ടേഷൻ കൊണ്ടുള്ളത്. അവിടെ നമ്മൾക്ക് റോളിംഗ് ആവുമ്പോൾ, ഉരുണ്ടു പോകുമ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. രണ്ടും വേണ്ടി വരും. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിജിഡ് ബോഡീസ് എങ്ങനെ കാണാം എന്ന് നോക്കാം. അപ്പൊ റിജിഡ് ബോഡീസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റിജിഡ് ബോഡിയാണ്. കൺസിഡർ എ റിജിഡ് മാസ്ലെസ് റോഡ് ഓഫ് ലെങ്ത് L with a pair of small masses m/2 and m/2 rotating about an axis through the center of mass perpendicular to the road. ഇവിടെ കണ്ടോ, ഒരു റോഡ്, ഒരു ദണ്ഡാണ്. അതിൻ്റെ ഒരറ്റത്ത്
ഒരു മാസ് ഉണ്ട് m/2. ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ 2. ക്യാപിറ്റൽ M ആയിരിക്കാം ഈ ഒരു ആകെ ഇതിന്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ആണെന്ന് വിചാരിച്ചോ. ഈ ദണ്ട് വളരെ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇവിടെ ഉദാഹരണത്തിന് ഒരു ഫൈബറിന്റെ ദണ്ടില് നല്ല ഇരുമ്പിന്റെ 2 കട്ടകൾ പിടിപ്പിച്ചു വെച്ചാല് എന്താണ് ഫൈബറിന്റെ മാസ് നമുക്ക് നെഗ്ലിജിബിളി സ്മോൾ, വളരെ ചെറുതാണ് അല്ലെ. അപ്പൊ നമ്മൾ ആകെയുള്ള അതിന്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു ഉണ്ടയുടെ മാസ് എത്രയായിരിക്കും? m/2. മറ്റേ ഉണ്ടയുടെ മാസ് m/2. ആകെയുള്ള ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. അപ്പോ ഈ നടുവിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം എത്രയായിരിക്കും? L/2. ഈ നടുവിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം എത്രയായിരിക്കും? L/2. Each mass m/2 is at a distance L/2 from the axis. The moment of inertia of the masses is therefore given by I is equal to m/2 L/2 square. എന്താണ്? summation over I equal to 1 to n mi/ri square എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ I equal to 1 to 2 ആണ്. കാരണം എന്താ? 2 പാർട്ടിക്കിളേ ഉള്ളൂ. n is equal to 2. 2 എണ്ണേ ഉള്ളൂ. അപ്പൊ ആദ്യം ഒന്നിന്റെ നോക്കുക. അപ്പൊ അതിന്റെ m1 എന്താണ്? m/2 ഇൻറ്റു r സ്ക്വയർ ആണ്. ഇവിടെ വരെയുള്ള ദൂരം L/2 ആണ്. അപ്പൊ L/2 സ്ക്വയർ. ഇനി അടുത്ത മാസ് സെക്കൻഡ് പാർട്ടിക്കിൾ I is equal to 2. അപ്പൊ എന്തായിരിക്കും? mi എന്ന് പറയുന്നത് m2, അത് m/2. റേഡിയസ് എത്രയാണ് അതിന്റെ? L/2 സ്ക്വയർ. ഇനി ഈ രണ്ടും കൂടി കൂട്ടുമ്പോൾ m/2 പ്ലസ് m/2 m ആവും. m L/2 സ്ക്വയർ എന്താ? L സ്ക്വയർ ബൈ 4. അപ്പോ m L സ്ക്വയർ ബൈ 4 ആണ് ഇതിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. എങ്ങനെയാണ് I is equal to summation over I equal to 1 to n mi/ri square എന്നുള്ളത് ഉപയോഗിക്കുക എന്നതിന്. ഇനി നമ്മൾക്ക് ഇതുപോലെ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടിറ്റിയും കൂടി ഉണ്ട്. അതിന് പറയുന്നതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സെന്ററിൽ നിന്ന് ഉള്ള ദൂരമാണ് റേഡിയസ്. ഒരു വസ്തു വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് സെന്ററിൽ നിന്നുള്ള ദൂരം. ഉദാഹരണത്തിന് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ്. അപ്പൊ ആ ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ നടുവിൽ നിന്ന് ആ ഓർബിറ്റ് വരെയുള്ള ദൂരം. നേരെ മറിച്ച് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ പോയിന്റും ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ ഭൂമിയുടെ ആക്സിസിൽ നിന്ന് ഒരു ദൂരം ഉണ്ടാവില്ലേ, അച്ചുതണ്ടിൽ നിന്നുള്ള ദൂരം. അപ്പൊ അങ്ങനെ പല ദൂരങ്ങൾ ഉണ്ടാവുമ്പോൾ എടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ജനറലി എഴുതാൻ പറ്റും I is equal to mk സ്ക്വയർ. m എന്ന് പറയുന്നതിന്റെ ടോട്ടൽ മാസ്, k എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പൊ ഈ ഇക്വേഷന് നമുക്ക് എഴുതാം k square is equal to I by m or k is equal to root of I by m. So radius of gyration the equation k is equal to root of I by m. But the radius of gyration of a body about an axis may be defined as the distance from the axis of a mass point whose mass is equal to the mass of the whole body and whose moment of inertia is equal to the moment of inertia of the whole body about the axis. അതായത് ഒരു വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക. ആ പോയിന്റ് കൺസിഡർ ചെയ്യുക. അതാൽ ആ ബോഡി നീങ്ങിക്കൊണ്ടിരിക്കുന്ന അതിന്റെ എല്ലാ മാസും ആ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് പോലെയാണ്. മാത്രമല്ല ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ ബോഡിയുടെ ആ പോയിന്റിന്റെ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ഈക്വൽ ആയിട്ടുള്ളതാണ്. വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഇതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഡെറിവേഷനും പഠിച്ചു വെക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പല വസ്തുക്കളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്. ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇത് വെച്ച് പ്രോബ്ലംസ് വരാം. ആ പ്രോബ്ലംസിലെല്ലാം നിങ്ങൾ ഈ ഏതാണോ ഫിഗർ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണോ ഷേപ്പ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ റിംഗ് ഓഫ് റേഡിയസ് r and mass m.
ഇതാണ് ഒരു റിംഗ്. അതിന്റെ റേഡിയസ് R ആണ്, മാസ് M ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr². ഇനി ഡിസ്ക് ഓഫ് റേഡിയസ് R ആൻഡ് മാസ് M, ഡിസ്ക് ആണ്, ഉണ്ടോ, ഇതിങ്ങനെ ഒരു ഡിസ്ക് ആണ്. അതിന്റെയും പെർപെൻഡിക്കുലർ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr²/2. കണ്ടോ, വ്യത്യസ്തമാണ്. ഇനി ഹോളോ സിലിണ്ടർ ഓഫ് റേഡിയസ് R, അതിന്റെ ഈ ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr². ഇനി സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് R, ഇത് കണ്ടോ, ഇത് സോളിഡ് ആണ്, ഫുൾ. ഇത് ഹോളോ ആണ്, ഉള്ളിലൊന്നുമില്ല, ഉള്ളിൽ പൊള്ളയായതാണ്. ഇത് സോളിഡ് ആണ്, കട്ടക്കിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആക്സിസ് ഓഫ് സിലിണ്ടർ ഇതാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr²/2. ഇനി സോളിഡ് സ്പിയർ ഓഫ് റേഡിയസ് R, ഇതൊരു സോളിഡ് സ്പിയർ ആണ്. സോളിഡ് സ്പിയർ എന്ന് പറഞ്ഞാല് ഒരു ഷോർട്ട് പുട്ടൊക്കെ പോലെ ഫുള്ളുണ്ട. അപ്പൊ അതിന്റെ ഡയാമീറ്ററിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു ആക്സിസ് കണക്കാക്കിയാൽ അതിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to 2/5 mr². ഈ വാല്യൂ പഠിച്ചു വെക്കുക കേട്ടോ. തിൻ റോഡ് പെർപെൻഡിക്കുലർ ടു ദ റോഡ്, കണ്ടോ, ഈ പെർപെൻഡിക്കുലർ ആയിട്ട് റോഡ് കണക്കാക്കിയാൽ ആ പെർപെൻഡിക്കുലർ Z ആക്സിസിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, എങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to ml²/12. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ ഏറ്റവും കുറവ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏതിനാ? തിൻ റോഡ് ഓഫ് ലെങ്ത് L, ഇതിനാണ് അല്ലേ. അപ്പൊ ഇതായിരിക്കും കറക്കാൻ ഏറ്റവും എളുപ്പമുള്ളത്. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏതിനാണ്? ഈ റിങ്ങിനും അതേ വാല്യൂ തന്നെ ഹോളോ സിലിണ്ടറിന്. അതാണ് കറക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ കറങ്ങാതിരിക്കാനുള്ള ടെൻഡൻസി ഉള്ള വസ്തുക്കൾ റിങ്ങും ഹോളോ സിലിണ്ടറും ആയിരിക്കും. ഇനി നമുക്ക് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ്, ഒരു ഷീറ്റ് പോലുള്ള വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു ഡിസ്ക് ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ആ ഡിസ്കിന്റെ പ്ലെയിന് പാരലൽ ആയ രണ്ട് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ നമുക്ക് അത് കറങ്ങുന്ന പെർപെൻഡിക്കുലർ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാം. അതിനുള്ള തിയറമാണ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്. നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനും പഠിക്കുക, ഈ ചിത്രവും വരച്ചു വയ്ക്കുക. അതല്ല സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. Theorem of perpendicular axis states that the moment of inertia of a planar body about an axis perpendicular to its plane is equal to the sum of its moments of inertia about two perpendicular axes concurrent with perpendicular axis and lying in the plane of the body. അപ്പോൾ ഇത് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി. ഇതാണ് ഒരു പ്ലാനാർ ബോഡി, ഒരു ഡിസ്ക് പോലത്തെ സാധനം. About an axis perpendicular to the plane, ഇതാ Z axis ആണ് perpendicular to the plane, is equal to sum of the moment of inertia about two perpendicular axes. അതായത് Xഉം Yഉം two perpendicular axes ആണ്. That is perpendicular to the Z axis also and lying in the plane of the body. ഈ പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് ആക്സിസ് ആണ് Xഉം Yഉം. അപ്പോൾ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. നമുക്ക് കാണേണ്ടത് Z ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഈ പ്ലെയിൻ കിടക്കുന്നത് XY ആക്സിസിലാണെങ്കിൽ നമ്മൾക്ക് അതിന് എന്ത് എഴുതാം? Z is equal to IX plus IY. This theorem is applicable to bodies which are planar. ഇങ്ങനെ ഷീറ്റ് പോലുള്ള തിന്നായിട്ടുള്ള ബോഡീസിന് മാത്രമേ ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി theorem of parallel axis. The moment of inertia of a body about any axis is equal to the sum of moment of inertia of the body about a parallel axis passing through its center of mass and the product of its mass and the square of the distance between the two parallel axes. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക?
ഈക്വേഷൻ എഴുതാൻ പഠിക്കുക. ഈ ചിത്രവും കൂടെ വരച്ചു വെക്കുക. ഇവിടെ പ്ലെയിനർ ബോഡി ആവണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്, റൊട്ടേറ്റിംഗ് എബൌട്ട് സെഡ് ആക്സിസ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെഡ് ആക്സിസിന് പാരലലായി സമാന്തരമായി വേറെ ഏതെങ്കിലും ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ആ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സെഡ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എം എ സ്ക്വയർ. ഇവിടെ എം എന്ന് പറയുന്നത് ഈ ബോഡിയുടെ ആകെ മാസ് ആണ്. എ എന്ന് പറയുന്നതോ അതിന് ഈ നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസും ഇത് ഏത് ആക്സിസിന് എബൌട്ട് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അവ തമ്മിലുള്ള ദൂരമാണ്. സെഡ് ആക്സിസും സെഡ് പ്രൈമും തമ്മിലുള്ള ദൂരമാണ് എ. അപ്പൊ z prime is equal to iz plus ma square. Moment of inertia for body about any axis ആണ് iz prime is equal to sum of the moment of inertia of the body about a parallel axis passing through its center of mass. അപ്പൊ ഇതാണ് O ആണ് സെന്റർ ഓഫ് മാസ്. അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് അതർ പ്ലസ് product of mass and square of distance. Mass എന്ന് പറയുന്നത് capital M, square of distance between the two parallel axes. രണ്ട് ആക്സസും തമ്മിലുള്ള ദൂരത്തിന്റെ സ്ക്വയർ, അതാണ് a square. അപ്പോ this theorem is applicable to a body of any shape. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് വസ്തുവിനും ഏത് ഷേപ്പിലുള്ള വസ്തുവിനും theorem of parallel axis applicable ആണ്. ഈ രണ്ട് പ്രോബ്ലം നമ്മൾ നോക്കുന്നു. സിമ്പിൾ പ്രോബ്ലംസ്, one using theorem of perpendicular axis, another using theorem of parallel axis. Find the moment of inertia of a disk about one of its diameters. Disk ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ഡിസ്ക് ആണ്, എക്സ് ആക്സിസ് വൈ ആക്സിസിൽ ഡിസ്ക് ഉണ്ട്, സെഡ് ആക്സിസിലുള്ളത് അതാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഓഫ് എ ഡിസ്ക് അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് ഡയാമീറ്റേഴ്സ്. അപ്പൊ ഒന്നെങ്കിൽ എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കാണേണ്ടത്. ഈ ഐസെറ്റ് എത്രയാണെന്ന് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. ഓർമ്മയുണ്ടോ ഈ ടേബിള്? ഇതാ ഡിസ്കിന്റെ പെർപെൻഡിക്കുലറിലുള്ള എന്താ m²/2. അപ്പൊ ഈ ടേബിള് പഠിച്ചു വെക്കണം കേട്ടോ, പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. ഇനി നമുക്കറിയാം പെർപെൻഡിക്കുലർ ആക്സിസ് ബൈ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് iz is equal to ix plus iy. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇറ്റ്സ് ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ ഒരു ഡയാമീറ്റർ ഉണ്ട്, വൈ ആക്സിസിൽ ഒരു ഡയാമീറ്റർ ഉണ്ട്. അത് സിമെട്രിക് ആണ്. അപ്പൊ ഐഎക്സും ഐവൈയും ഒന്ന് തന്നെ ആവാനാണ് സാധ്യത. അപ്പൊ നമുക്ക് iz is equal to ix plus ix. ഐവൈക്ക് പകരം ix എന്ന് എഴുതി. അതായത് iz is equal to 2ix. പിന്നെ നമുക്ക് ആ ടേബിളിൽ നിന്ന് അറിയാം iz is equal to mr²/2. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ mr²/2 is equal to 2ix. അപ്പൊ ix എന്തായിരിക്കും? 2 പുറത്തേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ പോവും. അപ്പൊ ix is equal to mr²/4. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് എ ടാൻജന്റ് ടു ദ സർക്കിൾ ഓഫ് ദ റിംഗ്. അപ്പൊ ഇതാണ് ഒരു റിംഗ്. ഇതിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർഫസുമായി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ് ടാൻജന്റ്. ഇനി ഈ റിംഗിന്റെയും ഡയാമീറ്റർ ഉണ്ട് അല്ലെ. ഡയാമീറ്ററിന്റെ ഇതുള്ള അവിടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നമ്മൾ ആ ടേബിളിൽ നിന്ന് നോക്കാം. എവിടെ ടേബിൾ? ഇതാണൊരു റിംഗ്. അപ്പോ അതിന്റെ റിംഗിന്റെ ഡയാമീറ്ററുമായിട്ടുള്ളത് തന്നിട്ടില്ല അല്ലെ. ഓക്കെ, അപ്പൊ റിംഗിന്റെ ഡയാമീറ്ററിന്റെ അവിടെയുള്ളത് mr²/2 തന്നെയാണ്, നമുക്ക് പഠിച്ചു വെക്കാം. എന്നാൽ iz prime is equal to, അതായത് ടാൻജന്റും ഈ ഡയാമീറ്ററും പാരലൽ ടു ഈച്ച് അതർ ആണ്. iz prime is equal to iz plus ma². ഇവിടെ തിയറം ഓഫ് പാരലൽ ആക്സിസ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ടാൻജന്റ് is equal to മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഡയാമീറ്റർ പ്ലസ് mr². ഇത് എങ്ങനെയാണ് mr²/2 എന്ന് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ റിംഗിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr² എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് നോക്കുമ്പോൾ
ഐ എക്സും ഐ വൈയും ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ഐ എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു ഐ ആവും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഐ എക്സ് ഇസ് ഈക്വൽ ടു ഐ ബൈ ടു എന്ന് വരും. അങ്ങനെയാണ് എം ആർ സ്ക്വയർ ബൈ ടു ഡയാമീറ്ററിലുള്ളത് കിട്ടിയത്. അപ്പൊ ആ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഐ ഡയാമീറ്റർ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു എന്ന്. പ്ലസ് എം ഇൻറ്റു എ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ റേഡിയസ് തന്നെയല്ലേ. അപ്പൊ ആർ സ്ക്വയർ. എം ആർ സ്ക്വയർ ബൈ ടു പ്ലസ് എം ആർ സ്ക്വയർ എത്രയാണ്? 3/2 എം ആർ സ്ക്വയർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു ഫോർ വാച്ചിങ്.